ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ ടേസ്റ്റിലുള്ള ഒരു മസാലയിൽ റെഡിയാക്കി എടുത്തിരിക്കുന്ന മീൻ വറുത്തതിൻ്റെ റെസിപ്പി കാണാവേ. ഞാനിപ്പോൾ 1 കിലോ മീനിനുള്ള മസാലയാണ് റെഡിയാക്കി എടുക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും 1 കുടപ്പൻ വെളുത്തുള്ളിയും അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ചധികം മുളക് പൊടി എടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ മസാല റെഡിയാക്കി എടുക്കുമ്പോൾ മീൻ എടുക്കുന്നതനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ മസാല എടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ആദ്യം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റില്ല, അപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കേണ്ടി വരുവേ. ഞാൻ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ മസാല മീനിലേക്ക് പുരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ മീൻ കഴുകിയിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അയല മീനാണ്. ആ വരഞ്ഞെടുത്തിരിക്കുന്നതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല കയറാൻ പാകത്തിന് ഇതേപോലെ അങ്ങ് പുരട്ടിയെടുക്കുക. ഇനി മീൻ വറുത്തെടുക്കാനായിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എണ്ണയിലേക്ക് ചൂടായി തുടങ്ങിയപ്പോൾ തന്നെ ആ പാനിൽ കൊള്ളാവുന്ന അളവിൽ ഞാൻ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് മസാല പുരട്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ. ഇത് കടയിലേക്ക് ചോറിന് വറുത്തെടുക്കുന്നതാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുന്നുണ്ട്. 11:30 കഴിഞ്ഞപ്പോഴാണ് കൊണ്ടുവന്നത്. 12 മണിയാകുമ്പോഴത്തേക്കും ചോറിന് കൊണ്ടുപോകാൻ വേണ്ടി, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കുന്നതാണ്. അപ്പോൾ മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ മീൻ മറിച്ചിട്ട് കൊടുക്കുവാണേ. അപ്പോൾ ഒരുപാട് മീൻ കരിയാണ്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് മീനിന് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് മുഴുവൻ മീനും വറുത്തെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റിൽ അറിയിക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ബാലൻസ് ഉള്ളത് റെഡിയാക്കി എടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.